ചില കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ കണ്ണിൻ്റെ താഴെയായിട്ട് കറുപ്പ് കളർ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പല്ല് പൊങ്ങിയിരിക്കുകയായിരിക്കും, അതുപോലെ അത് നിര തെറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ പാലറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, വായൻ്റെ ഉൾഭാഗത്തുള്ളതാണ്, അത് കുറച്ചുകൂടെ ഇങ്ങനെ ആർച്ചായിട്ട് നിൽക്കുക. അത് എല്ലാ സമയത്തും വായ തുറന്നുകൊണ്ടായിരിക്കും ഇവരുണ്ടാവുക. അതുപോലെ തന്നെ ചിലപ്പം ഫൗൾ സ്മെല്ല് വായിൽ നിന്നൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അഡിനോയിഡൈറ്റിസ് ആവാം. അതായത് അഡിനോയിഡ് വീക്കം എന്നാണ് ഇതിനെ പറയുന്നത്. അഡിനോയിഡ് എന്ന് പറയുന്നൊരു ഗ്രന്ഥിയുണ്ട്, കുട്ടികളിലാണ് ഇത് അധികവും കാണാറുള്ളത്. ഇതിനെന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വന്ന് ഇത് വീർക്കുകയാണ്. അങ്ങനെ ഇതിന് അലർജിക് കംപ്ലയിൻറ്റ്സ് ആയിട്ടുള്ളത് ചുമ, തുമ്മലും ജലദോഷമൊക്കെ ആയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കുട്ടികളിൽ ഇത് കാണാറുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളുടെ ഫേസ് ഇങ്ങനെ നീളം വെച്ച് വരുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ ഇവർക്ക് ഉറക്കത്തിൽ കൂർക്കം വലി ഉണ്ടാവാറുണ്ട്. എപ്പോഴും ഒരു ഗ്ലൂമി ഫേസ് ആയിരിക്കും കുട്ടികൾക്ക്, ഒരു ഉന്മേഷക്കുറവൊക്കെ ഉള്ള ഒരു ഫേസ് ആയിരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ പഠനത്തിലൊന്നും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാണ്ട് എപ്പോഴും ഒരു ക്ഷീണവും ഉറക്കം തൂങ്ങലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അഡിനോയിഡൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പം നേരത്തെ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണിത്. സോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.